ഏതൊരു സർവീസുകാരനും ഏതൊരു ബിസിനസ്സുകാരനും ശ്രദ്ധിക്കേണ്ട അവൻ്റെ കയ്യിലിരിക്കേണ്ട 3 ഇമാജിനറി ബക്കറ്റ്, ഇമാജിനറി പോട്ട്, അത് ഏതൊക്കെയാണ്? ഒന്നാണ് എമർജൻസി ബക്കറ്റ്. അതിനകത്ത് നമുക്ക് എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ നിക്ഷേപിക്കാം. അത്യാവശ്യമുള്ള, ഇതെന്തിനു വേണം? റീറ്റെയിൻഡ് ഫണ്ട് എന്ന് പറയാം. നമുക്ക് അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാവുന്ന കുറച്ച് ക്യാഷ് അല്ലെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടി. ഇറ്റ് മേ ബി മൂവബിൾ ഓർ ഇമ്മൂവബിൾ. രണ്ടാമത്തത് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു മനുഷ്യൻ വെൽത്തി ആവണമെങ്കിൽ, സമ്പന്നൻ ആവണമെങ്കിൽ അവൻ എന്ത് വേണം? സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വേണം. ഒന്നുകിൽ ഗോൾഡ് വേണം, അല്ലെങ്കിൽ ലാൻഡ് വേണം, അല്ലെങ്കിൽ ബിൽഡിംഗ് വേണം, അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളെല്ലാം വേണം. എങ്കിൽ മാത്രമേ അയാൾ വെൽത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഇൻവെസ്റ്റ്മെന്റിനകത്ത് നിന്ന് അവന് ജീവിക്കാനുള്ള ഉപജീവനം കിട്ടുന്നതാണെങ്കിൽ വി ക്യാൻ സേ ഹീസ് എ വെൽത്തി. അതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒപ്റ്റിമൈസേഷൻ. എന്താണ് ഒപ്റ്റിമൈസേഷൻ? ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിനകത്ത് നിന്ന്, നമ്മുടെ സർവീസിനകത്ത് നിന്ന് ലോസ് ഇല്ലായ്മ ചെയ്യുക, നമ്പർ 1. നമ്പർ 2, കടം അടയ്ക്കുക, കടം ഇല്ലാതെയാക്കുക, അതല്ലെങ്കിൽ കടം കുറയ്ക്കുക. അപ്പോൾ വൺസ് നമുക്ക് കടം ഇല്ലാതെ ആയാൽ ഈ ബക്കറ്റിന്റെ ആവശ്യമില്ല. വി ഹാവ് ഓൺലി 2 buckets. One is for saving and investment and other is for retained fund. അപ്പോൾ ഒരാളുടെ വിജയം, ഒരാളുടെ വെൽത്ത് എന്ന് പറയുന്നത് നോളജ് വൈസ് ഓർ മണി വൈസ് വരണമെങ്കിൽ അയാൾക്ക് എമർജൻസി ബക്കറ്റും വെൽത്തി ബക്കറ്റും, അതായത് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബക്കറ്റും റെഡി ആയിട്ടിരിക്കണം. എത്ര നന്നായിരിക്കണം? റെഡി ആയിരിക്കണം. ഇതറിയാൻ നമുക്ക് 2 ശീലങ്ങൾ നമുക്ക് ഉണ്ടാവണം. ഒന്ന്, അളന്ന് നോക്കാനുള്ള കഴിവും എണ്ണി നോക്കാനുള്ള കഴിവും. ഇതുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ഹാവ് വെൽത്തി. താങ്ക് യു. ഐ ആം ഡോക്ടർ അലി, അലിയരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക് .com. താങ്ക് യു.